ഹലോ, എന്താണ് കുക്കിംഗ് വിത്ത് ബൈ ബൈ വന്നിട്ടോ? ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടാണ് വന്നിട്ടുള്ള ഒരു ധമാക്ക പരിപാടി. ചിക്കനൊക്കെ ഉണ്ട്, കളർഫുൾ ചിക്കൻ കേട്ടോ. അപ്പോ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചോപ്പുണ്ട്, വെള്ള ഉണ്ട്, വെള്ളയാണ്, പച്ചയുണ്ട്. അപ്പൊ ഇതൊക്കെ മസാല എങ്ങനെ പുറത്തേത് നമ്മള് വീട്ടിൽ നിന്ന് പുരട്ടിയത്. കാരണം ഇത് ഒരു 2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മസാല എങ്ങനെ പുറത്തേത് നിങ്ങൾ നോക്കിയിട്ട് പോയോ. ഇവിടെ ചെറിയൊരു പണിയുണ്ട്. ചിക്കനിൽ മസാല പറ്റാനുള്ള പരിപാടി തുടങ്ങാം. നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചില്ലി ഫ്ലേക്സ് ഇത് ഇടാം. ഒരു 3-4 ടീസ്പൂണ് തൈര്, പാകത്തിന് ഇത്ര ഉപ്പ് മതി. കാരണം എന്താ അറിയോ, നമ്മൾ ഈ ചിക്കൻ നമ്മള് മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കല്ലുപ്പും സുർക്കിയും ഒഴിച്ച വെള്ളത്തിൽ ഒരു 10-20 മിനിറ്റ് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നല്ലോണം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മസാലയിൽ കുറച്ച് ഉപ്പ് കുറച്ചിടുന്നത് കേട്ടോ. അപ്പൊ നമുക്കിത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളിതിലേ പൊടികളെല്ലാം തൈരും കൂട്ടിയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാണ്ട്. അപ്പൊ നമുക്ക് എടുക്കാം. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കും 3 കോഴി കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കര എന്താ കുറച്ച് മസാല വരട്ടണമെന്ന്. ഇത് ഒരു കോഴിക്കുള്ള മസാല ഉള്ളൂ. മറ്റ് 2 കോഴിക്കും 2 മസാല വരും. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം തേച്ച് വെച്ചിട്ട് നമുക്ക് മറ്റേ 2 കൂടി എടുക്കാം. അപ്പൊ ചിക്കനില് മസാല വരട്ടാൻ നോക്കാം കേട്ടോ. അപ്പൊ മസാല നന്നായിട്ട് എല്ലായിടത്തും പിടിക്കണം കേട്ടോ. നന്നായിട്ട് അമർത്തി തേക്കണേ. നമ്മള് ഇതിന്റെ സ്കിന്ന് കളഞ്ഞിട്ടില്ല കേട്ടോ. സ്കിന്ന് കളയാണ്ട് മൊത്തം എടുത്തേക്കാണ്. അപ്പോ ചുവപ്പ് കളറുള്ള ചിക്കൻ റെഡി ആക്കിയിട്ടുണ്ട്. ഈ പച്ച കളർ ചിക്കൻ കേട്ടോ, അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന, പാലക്ക് ചീര, പച്ചമുളക് ഇതൊക്കെ പാട കൂടിയിട്ട് ഒന്ന് നമുക്ക് മിക്സിയിട്ട് ഒരൊറ്റ അടി അടിക്കണം. ഒന്ന് അടിച്ചിട്ട് വന്നാ അജോ നിൽക്കണൊക്കെ ഒരു കാര്യം അതിലൊരു കാര്യം മറന്നിട്ടോ. പോരാ, 4 പച്ച കുരുമുളക് വേണം. നമ്മുടെ വീട്ടിലുണ്ട്, പൊട്ടിച്ചിട്ട് വരാം. നമ്മുടെ അനിയൻ ഉണ്ടാക്കിയതാട്ടോ. അവ ദുബായിലാണ്. അവ അറിഞ്ഞ ചീത്ത അറിയാണാവോ. 2 പൊട്ടിക്കാം നമുക്ക്. അപ്പൊ അരച്ചിട്ടോ. അവളെ ആക്കെ അരക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പെണ്ണ്. അപ്പൊ അവള് വരണതിന്റെ ഉള്ളിൽ ഒരു കാര്യം പറയാം. അത് സംഭവം എന്നറിയോ, മസാലയും ഇതൊക്കെ തേക്കണമൊക്കെ റെഡി. ഇനി നമ്മളിത് ചെയ്യാൻ പോണ പുതിയൊരു രീതി, ഒരു പരീക്ഷണമാണത്. അത് വിജയിച്ചു തന്നെ പറയില്ലെങ്കിൽ ഇല്ലാന്ന് പറയും. വിജയിച്ച നിങ്ങളും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്. അപ്പോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ കേട്ടോ. വിജയിച്ച ഇല്ലെങ്കിൽ അങ്ങനെ ഒഴിവായിക്കളെ. അരച്ചോ? നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലെന്താ ഐസ് കാട്ട ഇട്ടിട്ടുണ്ട് അല്ലേ. ഇതിൽ ആ പച്ചപ്പ് പോവാതിരിക്കാൻ വേണ്ടിട്ടേ ഐസും കാട്ട ഇട്ടിട്ടാണ് അരച്ചിക്കണത് കേട്ടോ. ഇതൊക്കെ പാടെ ബൗളിൽ കണ്ടിട്ടേ തുടച്ചെടുക്കണം കേട്ടോ, കളയണ്ട. അപ്പൊ ഇതിലൊക്കെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. കുറച്ച് മതിയേ, മതി. കുറച്ച് ഗരം മസാലപ്പൊടി, അത് മതി. ഒരു നേരത്തെ പോലെ തന്നെ ഒരു 2-3 ടീസ്പൂണ് തൈര്, മതി. ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിത് കോഴിക്കേ മസാല ഇട്ട് തേക്കാം കേട്ടോ. കൊടുത്ത പോലെ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പൊ ലാസ്റ്റത്തെ കോഴി കൂടി മസാല പുരട്ടാം നമുക്ക് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി, ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, തൈര്. അപ്പൊ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം.
പിന്നെ ഇതിൽ ഒരു സാധനം കൂടി ചേർക്കാണ്ട്, അത് ഇപ്പൊ തന്നെ ചേർക്കണ്ട, നമുക്ക് ലാസ്റ്റ് നമ്മൾ വളപ്പൊന്ന് ചേർക്കാം. ഇവിടെ വാടണ്ട്, ഇവനെയും കൂടി അടുത്ത് തേച്ചെടുക്കാട്ടെ നമുക്ക്. ഇത് സിമ്പിൾ മസാലയാണ് കേട്ടോ. ഇതൊക്കെയുള്ള സാധനം നമുക്ക് അവിടുന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതുകൊണ്ട് ചേർത്താലാണ് ഇതിന്റെ മസാല പൂർണ്ണമാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ മസാല തട്ടലൊക്കെ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു മസാല കൂടി ചേർക്കാണ്ട് ഞാൻ പറഞ്ഞു, ഒരു സീക്രട്ട് റെസിപ്പി. അത് നമുക്ക് അവിടുന്ന് ചേർക്കാം കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോവാം. അപ്പോ നമ്മുടെ മസാല ബോട്ടിലൊക്കെ കഴിഞ്ഞു. ഇനി ഇതിന് വേറെ പരിപാടി ഉണ്ട്. ഇലയിൽ കിഴി കെട്ടിയിട്ട് നമ്മുടെ കുടുക്കട ഉള്ളിക്കാക്കണം ഇതിനെ കേട്ടോ. വാ, ഈ വാഴയിലാണ്ട് പൊതിഞ്ഞിട്ടേ ഈ കുടുക്കേക്ക കാണാം, അതൊന്ന് കണ്ട വാ. അപ്പൊ നന്നായിട്ട് പൊതിഞ്ഞുണ്ട് കേട്ടോ. ഇനി നമുക്ക് കലത്തിലേക്ക് ഇറക്കി വെക്കാം. അപ്പൊ ചിക്കൻ അതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. മൂടിയൊക്ക. അപ്പോ ചോപ്പ് കാട്ടിയ പോലെ തന്നെ പച്ചയും കാട്ടാട്ടോ നമുക്ക്. ഇവിടെ വാടാ. അപ്പോ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സാധനം നമുക്ക് തേക്കാം. അവിടെ പറഞ്ഞില്ലേ സ്പെഷ്യൽ സാധനം കുറച്ച് മസാല ഉണ്ട്, നമുക്ക് തേക്കാം. വേറെ ഒന്നുമില്ല, ചെറിയ സിമ്പിൾ പരിപാടി കേട്ടോ. കുറച്ച് സിമ്പിള്. കുറച്ച് ഉള്ളി എടുത്തിട്ട് നന്നായി വഴറ്റിയെടുത്താണ് അതിൻ്റെ മുകളിൽ ഇടുക. പിന്നെ നമ്മുടെ സ്പെഷ്യൽ സാധനം വേറെ ഒന്നുമല്ല, കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് നന്നായി കുതിർത്ത് അരച്ചെടുത്താണ് കേട്ടോ. പിന്നെ നമ്മുടെ മേക്കൊന്ന് കേടൊന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ, അതൊന്ന് ക്ഷമിക്കണം. അപ്പോൾ നന്നായി പൊതിഞ്ഞിട്ട് ചട്ടിക്ക് വെക്കാം. പിന്നെ ഇന്ന് കുറച്ച് മേലെ ഇറങ്ങിയിട്ടുള്ള പരിപാടിയാണ്. ഒരു കുഴി ഒഴിക്കണം. അപ്പോൾ കുഴി കുത്തി അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് കനൽ നിറക്കാണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പേ ചിരട്ട വെച്ചിട്ട് കത്തിച്ചിട്ട് എന്നാലാണ് കറിയുടെ മുകളിൽ പെട്ടെന്ന് പിടിക്കുന്നത്. അപ്പോൾ ചിരട്ട നല്ല കത്തി പിടിച്ച കാരണം നമുക്ക് കറി ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ തീക്കനലൊക്കെ കണ്ട് ശരിയായിട്ടുണ്ട്. ഇനി നമ്മുടെ കുടുക്കല്ലേ നല്ല വെച്ച് കെട്ടി വന്തസ്സാക്കിയിട്ടുണ്ട്. ഇതാണ്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതുകൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ദമ്മിടാൻ പോവാ കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പൊ റെഡി ആണ് കേട്ടോ. കട്ട് കേട്ടോ. കമ്പി നല്ല സ്റ്റോവ് കെട്ടിക്കണേ. പൊട്ടിച്ചോ കേട്ടോ. എന്തായാണാവോ. മനസ്സില. ഓ മോനെ സെറ്റ്. ഇതാ മണം എന്നറിയോ. തുറക്കട്ടെ നമുക്ക്. മണം അടിപൊളി, ഒരു രക്ഷയാത്ത മണം കേട്ടോ. ഈ തുറന്നു നോക്കട്ടെ, അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം നമുക്ക് അറിയട്ടെ. വാ നമുക്ക് ഇലയൊക്കെ കൊട്ടാം. ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പൊന്തിച്ച് നോക്കാം കേട്ടോ. എന്ത് വരാത്ത വന്നു പച്ച കളർ കേട്ടോ. ഇതേതാ ചോപ്പ്. അടുത്തത് വെള്ളം. വെള്ളം എവിടെ? വെള്ള മണം ഒരു രക്ഷയില്ല കേട്ടോ. മോനെ അതിൻ്റെ ജ്യൂസൊക്കെ അറിയണോ. അപ്പോൾ മക്കളെ നമ്മുടെ സാധനം അടിപൊളി സക്സസ് ആയി നമുക്ക് പറയാൻ പറ്റില്ല. ചില ഭാഗങ്ങളൊക്കെ ഒന്നിട്ട് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വല്ലാണ്ട് തീ കത്തിക്കരുത്. നമ്മൾ കുറച്ച് തീ കത്തിച്ചിട്ട് എടുക്കുക. നമുക്ക് ടേസ്റ്റ് നോക്കാം. നല്ല വെന്തുണ്ട് കേട്ടോ. എല്ലാം വന്നു. കണ്ടോ. ഒരു പൊട്ട് പൊറാട്ട എടുത്തിട്ട്
ഒരു പീസ് ഇതുണ്ടാവും അത് നല്ല നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് മയോണസ്, അടിപൊളി. ഒരു രക്ഷയില്ല. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഇതൊന്നും തീർക്കട്ടെ കേട്ടോ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും വെക്കേഷനൊക്കെ സേഫായിട്ട് അടിച്ച് പൊളിക്കുക, പരീക്ഷിച്ച് വെക്കുക, വല്ലാണ്ട് കത്തിക്കരുതിട്ടോ, കരിക്കരുത്. അപ്പോൾ ബൈ.